നമ്മുടെ ഷോപ്പിൽ വന്ന ബജാജിൻ്റെ 2 വാഹനങ്ങളാണ്. ഒന്ന് നമ്മുടെ പൾസർ 220, അതോടൊപ്പം അവഞ്ചർ 220. ഈ 2 വാഹനത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസ് കുത്തിക്കഴിഞ്ഞാൽ തന്നെ അപ്പം അടിച്ചു പോകും. പിന്നെ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ പൾസറിന് വന്ന കംപ്ലയിൻ്റ് എന്താണെന്ന് പറയാം. പൾസറിന് വന്ന കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ CD യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് ഫ്യൂസ് കുത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ CD യൂണിറ്റ് കുത്തി വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാക്കുമ്പോഴേ അത് കീ ഓൺ ആക്കുമ്പോഴേ അടിച്ചു പോകും. നമ്മൾ വേറൊരു CD യൂണിറ്റ് പുതിയത് വാങ്ങിച്ച് ബ്രാൻഡ് ന്യൂ CD യൂണിറ്റ് കൊടുത്ത് സ്റ്റാർട്ടാക്കിയപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് മാറി. അതോടൊപ്പം ഈ വന്ന അവഞ്ചർ 220ക്ക് വന്ന കംപ്ലയിൻറ്റ്, രണ്ടും 220 സെഗ്മെൻറ്റുള്ള വണ്ടികളാണ്. ഇതിന് വന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ചാർജ് കയറുന്നുണ്ടായിരുന്നു 6 യൂണിറ്റ്. അതൊരു പ്രധാനമായിട്ടുള്ള കംപ്ലയിൻറ്റ്. അതോടൊപ്പം ഇതിൻ്റെ കപ്പാസിറ്റർ കണ്ടോ, ഇത് ബോഡിയായിട്ട് ടച്ച് ചെയ്ത് നിന്നിട്ട് ഫ്യൂസ് കുത്തുമ്പോഴേ ഇതിൻ്റെ അടിച്ചു പോകുമായിരുന്നു. അപ്പം ഇത് ഞാൻ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടും ബജാജിൻ്റെ വണ്ടിയാണ്. പക്ഷേ ഇതിന് വന്നേക്കുന്ന കംപ്ലയിൻറ്റുകൾ ഇലക്ട്രിക് കമ്പോണൻസിന് രണ്ടിനും പലതരം കംപ്ലയിൻറ്റുകളാണ് വന്നേക്കുന്നത്. ഇതുപോലത്തെ കംപ്ലയിൻ്റൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു ടൈം എടുക്കും. അപ്പം ഇതിൻ്റെ വേറെ കാര്യമൊന്നുമില്ല, നമ്മളിത് ധൃതി വെച്ചൊന്നും ഒരിക്കലും പെട്ടെന്ന് നമുക്കൊരു കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ നമ്മൾ കണ്ടമാനം അതും ഇതും പാർട്സ് എല്ലാം മാറി നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓവറായിട്ട് ചിലവ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് കറക്റ്റ് കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് കംപ്ലയിൻ്റുള്ള പാർട്സ് മാറി വിടുവാണെങ്കിൽ കസ്റ്റമർക്കും അത്രയും ലാഭമായിരിക്കും. അതോടൊപ്പം നമ്മുടെ പണിയും അത്രയും എളുപ്പമായിരിക്കും.